ഹലോ, നമ്മുടെ മിഥുൻ എന്ന് പറയുന്ന പയ്യന് 13 വയസ്സുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ മരിച്ചല്ലോ, ദാരുണമായി മരിച്ചല്ലോ. ഒരു ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടി ഡെസ്കിൽ കസേര ഇട്ടിട്ടാണ് അവൻ ആ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടി സൈക്കിൾ ഷെഡിൻ്റെ മുകളിലേക്ക് കയറിയത്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ലൈനിൽ തട്ടുകയും ഇലക്ട്രിക് ലൈനിൽ തട്ടുകയും അതിനാണ് ആ പയ്യൻ മരിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ അധികൃതർക്ക് ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. കാരണം കുഞ്ഞുങ്ങളാണ്, അവർ കളിക്കും, അത് അവരുടെ ഒരു പ്രായത്തിൻ്റെ സ്വഭാവമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ സുരക്ഷിതമായ ഒരു അകലം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണമായിരുന്നു. KSIBയും സ്കൂൾ അധികൃതരുമൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. അത് സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. മലയാളക്കര ഒട്ടാകെ ഒരു തേങ്ങിപ്പോയ, കൊല്ലം ഗ്രാമങ്ങൾ മാത്രമല്ല മലയാളക്കര മുഴുവനായിട്ടും തേങ്ങിപ്പോയ ഒരു സംഭവമായിരുന്നു അതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഈ സ്കൂളുകളുടെ അടുത്തുള്ള ഈ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഒരു സ്പീഡ് ലിമിറ്റ് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് വർദ്ധിപ്പിക്കണം. അതിലെന്തെങ്കിലും റോഡുകളിൽ എന്തെങ്കിലും അത് ബ്ലോക്ക് ചെയ്യുന്നതിനും സ്കൂള് വിട്ടു പോകുമ്പോഴൊക്കെ കുട്ടികൾ ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രിഞ്ചൻ്റായിട്ടുള്ള മെഷേഴ്സ് ഗവൺമെൻറ് കൊണ്ടുവരണം. സ്പീഡ് ലിമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ നായശല്യം എന്ന് പറയുന്നത്. ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ കുട്ടികൾ അങ്ങനെ ബസ് നടന്നൊന്നുമല്ല, പണ്ടത്തെ പോലെ നടന്നൊന്നുമല്ല അധികം പേരും പോകുന്നത്. ഒന്നിൽ സ്കൂൾ ബസ് അല്ലെങ്കിൽ സൈക്കിളിലൊക്കെയാണ് പോകുന്നത്. എങ്കിലും നടന്നു പോകുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവർക്കാണ് ഇത് കൂടുതലായിട്ട് ഈ നായകളുടെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പം അതിനൊക്കെ ഈ നായശല്യം ഇങ്ങനെ രൂക്ഷമായി വരുമ്പോൾ അതിനെതിരെ ഫലപ്രദമായിട്ടുള്ള ഒരു നടപടികൾ, സത്വര നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണം. താങ്ക് യു.